ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. 146 സങ്കീർത്തനം 9 വാക്യത്തിൻ്റെ ആരംഭ ഭാഗം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 146:9. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിൻ്റെ നന്മ പ്രാപിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. നമുക്കറിയാം, എല്ലാ ഇടങ്ങളിലും ദൈവജനം വലിയ പീഡകളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് നാം ജീവിക്കുന്നത്. ഈ തൊട്ടടുത്ത ദിവസം നോർത്ത് ഇന്ത്യയിൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പലയിടങ്ങളിലും പാസ്റ്റർമാർ ജയിലിൽ അടയ്ക്കപ്പെട്ടു. വിശ്വാസികൾ ഉപദ്രവങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. സഭകൾ തകരപ്പെടുവാനിടയായി തീർന്നു. തിരുവചനത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുമ്പോൾ ദൈവവചനം എഴുതിയിരിക്കുന്നത്, യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. ആരാ പ്രിയരെ ഈ ഭൂമിയിൽ പരദേശി? തിരുവചനം വായിക്കുന്നവർക്കറിയാം, ഓരോ ഭക്തനും ഇവിടെ പരദേശികളായിട്ടാണ് പാർക്കുന്നതെന്ന്. കൈകളാൽ തീർക്കപ്പെടാത്ത മനോഹരവും അത്ഭുതകരവുമായ ഒരു നല്ല നഗരം കർത്താവ് തൻ്റെ സഭയ്ക്കു വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. ആത്യന്തികമായ സഭയുടെ ലക്ഷ്യമെന്തെന്ന് ചോദിച്ചാൽ, ആ മനോഹര ദേശത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇന്ന് രാവിലെ തിരുവചനം കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഈ മനോഹര ദേശത്തേക്കാണ് ദൈവം നമ്മെ വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്തത് എന്ന്. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, നമ്മൾ അന്യരും പരദേശികളുമായിട്ട് ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ, ഈ രാജ്യത്ത് പാർക്കുമ്പോൾ, ഇവിടെ നമ്മുടെ കാര്യങ്ങൾക്കകത്ത് ഇടപെടുവാൻ, ഇവിടെ നമുക്ക് വിഷയങ്ങൾ ഉണ്ടായാൽ അതിനകത്ത് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ ആരുമില്ല എന്നുള്ളതല്ല. ബൈബിൾ പറയുന്നു, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒരു പരദേശിയുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഞാൻ പറയാം, ദൈവജനത്തെയും ദൈവസഭയെയും പരിപാലിക്കുന്നത് ക്രിസ്ത്യാനികളല്ല, ക്രിസ്തീയ സംഘടനകളല്ല, ദൈവമാണ് പരിപാലിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൽ ബലപ്പെടുവാനും ആവേശത്തോടെ മുൻപിലേക്ക് പോകുവാനും ദൈവിക വേലകളിൽ ഉത്സാഹത്തോടെ അനുദിനം മുന്നേറുവാനും കരുത്ത് പകരുന്നതാണ് ഈ തിരുവചനം. എവിടെയെല്ലാം ദൈവജനം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടോ, എവിടെയെല്ലാം പ്രാർത്ഥിക്കുന്നവർ പിച്ച് ചീന്തപ്പെട്ടിട്ടുണ്ടോ, എവിടെയെല്ലാം സഭകൾ ഉടയപ്പെട്ടിട്ടുണ്ടോ, എവിടെയെല്ലാം മിഷണറിമാരുടെ രക്തം വീണിട്ടുണ്ടോ, ആ സ്ഥലങ്ങളിലെല്ലാം ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി എഴുന്നേൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രിയരെ, പഴയ നിയമം തുടങ്ങി താഴോട്ട് വായിച്ചാൽ ദൈവജനത്തെ ഇല്ലാതാക്കുവേണ്ടതിനും, ദൈവജനത്തെ ഉടച്ചു കളയേണ്ടതിനും, ദൈവജനത്തെ പീഡിപ്പിക്കേണ്ടതിനും ശ്രമിക്കുന്ന ശക്തികൾ കാലാകാലങ്ങളിൽ പ്രബലമായിട്ടുണ്ട്. എന്നാൽ ആ ഇടങ്ങളിലെല്ലാം ദൈവം തൻ്റെ ജനത്തെ, പ്രാർത്ഥിക്കുന്നവരെ, ദൈവസഭയെ പരിപാലിക്കുവാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ വേദനയിലും പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, തിരുവചനം എഴുതിയിരിക്കുന്നു, യഹോവ പരദേശികളെ
പരിപാലിക്കുന്നു. അതേ പ്രിയരെ, നമ്മളിവിടെ അന്യരാണ്, നമ്മളിവിടെ പരദേശികളാണ്. എന്നാൽ നമ്മെ പരിപാലിക്കേണ്ടതിന് ഇവിടെ ഒരു സൈന്യമോ ഒരു സംഘടനയോ ഒരു നേതാവോ നമുക്കില്ല എങ്കിലും നമ്മൾ തിരിച്ചറിയണം, നമുക്ക് വേണ്ടി വെളിപ്പെടുകയും നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ഇടപെടുകയും ചെയ്യുന്ന ഒരു മഹാദൈവമുണ്ട്. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ആകുലതയോടെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ തിരിച്ചറിയുക, മാനുഷികമായി ഒരു പരിപാലനം ലഭിച്ചില്ല എങ്കിലും, രാഷ്ട്രീയമായി ഒരു പരിപാലനം ലഭിച്ചില്ല എങ്കിലും, ഏതെങ്കിലും പ്രത്യേക ഇടങ്ങളിൽ നിന്ന് പരിപാലനം ലഭിച്ചില്ല എങ്കിലും, പരദേശികളെ പരിപാലിക്കുന്ന മഹാദൈവത്തിൻ്റെ കരങ്ങളിലാണ് നാം എന്ന് തിരിച്ചറിയാതെ പോകരുത്. 1-ാം നൂറ്റാണ്ടിൽ ശക്തമായ കൊടിയ പീഡകൾ സഭയ്ക്ക് നേരെ ഉയർന്നു വരുവാനിടയായി തീർന്നു. തിരുവചനം വായിക്കുമ്പോൾ നമുക്കറിയാം, എതിർത്തവനെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ച നാമമാണ് യേശുവിൻ്റെ നാമം. ഉപദ്രവിച്ചവനെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ച നാമമാണ് യേശുവിൻ്റെ നാമം. ക്രൂശിന് വിരോധിയായിരുന്നവരെ ക്രൂശിന്റെ സാക്ഷിയാക്കി തീർത്ത ദൈവശക്തിയുടെ ആഴം വലുതാണെന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. ഈ പകൽ വിശ്വസിക്ക്, നമുക്കൊരു പരിപാലകനുണ്ട്. ആമേൻ. ഏതോ ഒരു മനുഷ്യനെന്നല്ല, ഏതോ ഒരു സംഘടനയെന്നല്ല. ആമേൻ. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, ക്ഷീണിച്ചു പോകാത്ത, തളർന്നു പോകാതെ സദാസമയം തൻ്റെ ജനത്തിനു വേണ്ടി ജാഗരൂപനായിരിക്കുന്ന മഹാദൈവം നമ്മുടെ പരിപാലകനായിട്ടുണ്ടെങ്കിൽ വലത്ത് ഇടത്തുമൊക്കെ അനേകം പേർ വീണുപോയാലും വീണു പോകുവാൻ അനുവദിക്കത്തില്ല. ഒരു മാത്ര കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടാൽ, സിംഹത്തിന്റെ കൂട്ടിനകത്തേക്ക് വലിച്ചെറിയപ്പെട്ടാൽ, തീച്ചുളയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ, പത്മോസിന്റെ ഏകാന്തത ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നാൽ, അതിൻ്റെ നടുവിൽ പരിപാലകൻ വെളിപ്പെട്ടിരിക്കും. ഈ വാക്യം അതാ എഴുതിയിരിക്കുന്നത്, യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. നിശ്ചയമായിട്ടും ദൈവിക പരിപാലനം അധികമായി അനുഭവിക്കുവാൻ പ്രതിസന്ധികളുടെ നാളുകൾ കാരണമായി തീരട്ടെ. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിലേറി വരുമ്പോൾ ദൈവിക പരിപാലനത്തിൻ്റെ ആഴം തിരിച്ചറിയുവാൻ കൃപയാൽ ദൈവം നമ്മെ സഹായിക്കുന്ന ദിവസങ്ങളായിരിക്കും. ഈ വാക്യം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പരദേശികളെ പരിപാലിക്കുന്ന ദൈവം. ആമേൻ. പാലിക്കുമെന്നല്ല, പരിപാലിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രിയരെ, ഇന്ന് പകൽ നമ്മുടെ സകല വിഷയങ്ങളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കാമോ? ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന നല്ല പകലായി തീരട്ടെ. ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുമുഖത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് നോക്കുന്നു. ഞങ്ങൾ പരദേശികളായി ഭൂമിയിൽ പാർക്കുമ്പോൾ പരിപാലിക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ടെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്നു. ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, തിരുകരം നീട്ടണമേ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.